ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം കിടിലം കോമഡി ഉത്സവത്തിലേക്ക്. കോമഡി ഉത്സവത്തിന് ഇന്ന് അതിഥികളായി നമ്മുടെ ഇവിടെ വരുന്ന പാർട്ടിസിപ്പൻസിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് MES കോളേജ് പട്ടാമ്പി. സ്വാഗതം ചെയ്യാം നമുക്ക് നമ്മുടെ 3 കാര്യക്കാരെ. ലെറ്റ്സ് വെൽക്കം ടിനി ടോം, ബിജുകുട്ടൻ ചേട്ടൻ ആൻഡ് കലാഭവൻ പ്രചോദനൻ. ഇവിടെ ഒരാള് തിരിച്ചു കിട്ടിയേട്ടാ, അത് മാറുമല്ലോ. ഓടി അവിടം വരെ പോകും. അല്ല എവിടെയായിരുന്നു ബിജുടാ? എത്ര പേര് ചോദിച്ചെന്നറിയോ ബിജുടാ ഇവിടെ നിന്ന് നാട് വിട്ടു പോയോ എന്നൊക്കെ ചോദിച്ചു. ഒരുപാട് നാട് വിട്ടൊന്നുമില്ല, അല്ലേ? കോമഡി ഉത്സവം വീട് വിട്ടു പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ നമുക്ക്. ഇല്ലല്ലോ അല്ലേ? തിരിച്ചു വരുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ 2 സിനിമ അഭിനയിച്ചോണ്ടിരിക്കാരെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ആ സിനിമ? അത് നേരത്തെ പറഞ്ഞതാണ്, മധുരരാജ്യം. അതുപോലെ അശോകൻ ചേട്ടൻ ഡയറക്ട് ചെയ്യുന്ന പടം, മറ്റേ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി. ഇപ്പൊ 2ലും മികച്ച കഥാപാത്രങ്ങളാണ് അവതരിപ്പിക്കുന്നത്. മികച്ചത് ഇവരാണ് ചെയ്യണത്. ഇവരെക്കാളും കൂടുതൽ ദിവസം ബിജുട്ടനാണല്ലോ. അതല്ല, അല്ല നമ്മള് നായകന്റെ കൂടെ ഉള്ളതാണ് ഓപ്പോസിറ്റ് ടീം. ഇവരൊക്കെ വില്ലന്മാരുടെ കൂടെ ധർമ്മജൻ, ബിജുക്കുട്ടൻ, പിന്നെ രാഹുൽ മാധവ്, അങ്ങനെ ഒരു, പിന്നെ മറ്റേ ദീപക് പറമ്പോൽ അല്ലേ. ടിനിച്ചേട്ടന്റെ ഒരു പടം ഇപ്പൊ റിലീസ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ എത്ര ദിവസമായിട്ട് പറഞ്ഞോണ്ടിരിക്കുക. ജോണി ഇന്ന് ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യായിരുന്നു അല്ലേ ഷറഫൊക്കെ വരാനായിട്ട്. തീർച്ചയായിട്ടും ഷറഫിന് എത്താൻ പറ്റിയിട്ടില്ല. ഞാൻ അവരടുത്ത് പറഞ്ഞു, ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴാണല്ലോ ഇവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് വരിക. തീർച്ചയായും ഞാൻ വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ അവിടുത്തെ ഗസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇത് നമ്മുടെ വീടാണ്. അതെ. അപ്പോ ഒരു പരിപാടിക്ക് എല്ലാവരും ചാക്കോച്ചനും ഷറഫുദ്ദീനും ഞാനും കൂടി വരും. അത് ഇപ്പൊ പറയാനല്ല, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മിഥുൻരാജ് എന്നെ കൊല്ലും വന്നില്ലെങ്കിൽ. അപ്പൊ അത് നമ്മളൊരു വാശി തീർക്കാനുള്ള പരിപാടി ഉണ്ട്. കാരണം വരാൻ പറ്റാത്ത ഒരു ക്ഷീണം തീർക്കാനായിട്ട്. തീർച്ചയായും. അപ്പൊ തീർച്ചയായിട്ടും അത് സംഭവിക്കും. അപ്പൊ നമുക്കെന്നാ അതിന്റെ ഒരു ട്രെയിലർ ഒന്ന് കാണാം. ഓക്കെ. എന്റെ ജോണി മോനെ കണ്ട് തന്നെയാണ് തിളക്കുന്നത്. എന്നെ മോനെ നീ നല്ല മിടുക്കൻ. എനിക്ക് നിന്നെ വലിയ ഇഷ്ടം. എല്ലാരും അങ്ങനെയാ പറയുന്നത്. കുഞ്ഞു ഫിലിപ്പിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാ. ഉള്ളെങ്കിൽ ഒലക്കൊക്കെ അടിച്ച് വളർത്തണമെന്നല്ലേ പഴമക്കാര് പറഞ്ഞിട്ടുള്ളത്. നീ എന്നോട് ടച്ചിങ്സ് ചോദിക്കുമല്ലേ? എനിക്കുണ്ട് തെണ്ണം. എനിക്ക് കിട്ടേണ്ട ഓർലിക്സും ബൂസ്റ്റ് ആ പരട്ട ചക്കന് തള്ള കലക്കി കൊടുത്തോണ്ടിരുന്നു. കലങ്ങിയില്ല. അപ്പൊ ഞെക്കി പഴിപ്പിച്ചെടുത്തതല്ലേ. ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഒരു 100 വർഷം ഒരുമിച്ച് ജീവിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതിന് പ്രതിവിധി ഒന്നും ഇല്ല അച്ചോ. ഇനി വല്ല കല്യാണം വന്നാൽ ഞാൻ അതങ്ങ് സമ്മതിക്കും. നീ പോയി ചാടാ. ഇവൻ എന്താ ഇങ്ങനെയായി പോയെ? ഞാൻ ഞെട്ടിച്ചാ പോരെ. ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ പടം വരാൻ പോകുന്നു അല്ലേ? ഞാൻ അതിന്റെ അകത്ത് ഇത്തിരി ഒരു ക്യാരക്ടർ റോള് പോലത്തെ തന്നെ ഹ്യൂമർ അല്ല, ഇത്തിരി ഇമോഷൻസ് ഒക്കെ ഉള്ള അഭിനയ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ആണ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഹ്യൂമർ കിട്ടില്ല നമുക്ക്. ഉണ്ട്, സംഭവം ഉണ്ട്. എല്ലാം കൂടി ചേർന്നിട്ടൊരു, എല്ലാ രസങ്ങളും കൂടി ചേർന്നിട്ടൊരു വിഭവം, ഒരു മസാല അല്ലെ. അതൊരു സസ്പെൻസിൽ ഇട്ടേക്കാണല്ലേ? എന്താണ് നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടിയാ. അല്ല പറഞ്ഞിട്ടില്ല. അല്ല ചാക്കോച്ചൻ നല്ല ക്യാരക്ടറാണ് അതില്. ഷറഫുദ്ദീൻ ഉണ്ട്. പക്ഷെ ഞങ്ങള് ചേട്ടനിയന്മാര് തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ സംഭവമാണ്. പിന്നെ കലാപൻ ഷാജോൺ നല്ല കഥാപാത്രം ചെയ്യുന്നുണ്ട്. അനുസിത്താര ഹീറോയിൻ. അപ്പോ ഏതായാലും നമുക്ക് കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സിനിമകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. നിങ്ങളെ ഇരിപ്പിടങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പ്ലീസ്. കിടിലം കോമഡി ഉത്സവത്തിൽ ഇനി മിമിക്രി കോമ്പറ്റീഷൻ ഇവിടെ വരാൻ പോകുന്നത്. ഇവിടെ ഇപ്പൊ ഏതാണ്ട് ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള ആൾക്കാരിലുള്ള 2 പേരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം മിഥുൻ രാജ് ആൻഡ് മൊയ്നുദ്ദീൻ. അപ്പൊ നിന്നെ എയർപോർട്ടിൽ കാണാറില്ലല്ലോ? എയർപോർട്ടിൽ ഞാൻ പറഞ്ഞ അനുസമയം നോക്കി പോവാണല്ലേ? പറയാറുണ്ട്, ഫ്രണ്ട്സ് എല്ലാരും പറയാറുണ്ട്. വന്നാ ഉടൻ പ്രത്യേകിച്ച് മൊയ്തീന്റെ കാര്യം പറഞ്ഞിട്ട് എല്ലാരും പോവാറുള്ളൂ. അതെ അതെ അല്ലെ? ശരിക്കും മൊയ്തീനെ ഇതൊക്കെ കുറെ ആയില്ലേ? ഇപ്പൊ ഇത് എത്ര നാളായി ഇതിപ്പോ? എന്നിട്ട് കോമ്പറ്റീഷൻ ആണോ പറഞ്ഞേ? ഞാൻ ഇപ്പുറത്തോട്ട് ചോദിക്കുന്നേ ഇല്ല. ഇത് പുള്ളി പെൻഷൻ കിട്ടിയില്ലേ? എന്ത് പറ്റി? പെൻഷൻ കിട്ടാത്തോണ്ടാണോ വരുന്നത്? എന്താ സംഭവം? മിഥുനെ? അല്ല ഒന്നുമില്ല. ഉത്സവം സൂപ്പർ സ്റ്റാറിൽ വരെ വന്നു കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോ മിഥുൻ രാജ് കടക്കലിന് ഇവിടെ എന്താണ് കാര്യം?
ഇനി കമ്പനിയുടെ യുദ്ധങ്ങൾ പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാതിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും തെറ്റിക്കുന്നുണ്ടല്ലോ, അതിലാണൊരു സന്തോഷം. മൊയ്തീൻ, ആരൊക്കെ ലിസ്റ്റിലുള്ള? ഇന്ന് മിഥുൻ ചേട്ടൻ, ടിനി ചേട്ടൻ, ബിജുകുട്ടൻ ചേട്ടൻ. ആഹാ, എല്ലാരും ഇവിടെ തന്നെയുള്ള ആൾക്കാരാ. മിഥുന്റെ ലിസ്റ്റില് ഉമ്മൻചാണ്ടി സാറ്, വെള്ളപ്പള്ളി സാറ്, സാഗർ ഷിയാസ് ചേട്ടൻ മിമിക്രി. അവിടെ ഒരു വ്യത്യാസം ഇല്ല എന്നുള്ളത് വലിയ സന്തോഷത്തോടുകൂടി. ഏതാ സൂപ്പർ സ്റ്റാറിലും ഉമ്മൻചാണ്ടി ചെയ്തത് ഞാൻ കണ്ടു. അല്ല, അത് വേറെ സംഭവം. ഉമ്മൻചാണ്ടി വേറെ ഉമ്മൻചാണ്ടി. ഓക്കെ, നമ്പർ പറ. നമ്പർ 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. നമ്പർ 1 ടിനി ടോപ്പ്. എന്തായാലും നമുക്ക് സന്തോഷം തോന്നുന്നു, മറ്റൊന്നുമല്ല. ഈ എല്ലാ തലമുറയിൽപ്പെട്ട ആളുകളും ഇതിന്റെ പ്രേക്ഷകരായി മാറി എന്നുള്ളതാണ്. അപ്പൊ അതൊരു ഭാഗ്യമാണ്. അത് കാരണം അതൊക്കെ ഒരിക്കലും സംഭവിക്കാത്തതാണ്. കാരണം ചാനലിൽ എത്രയോ പ്രോഗ്രാംസ് ഉണ്ട്, എത്ര ചാനലുകളുണ്ട്. ഇതിൽ ഒരു പരിപാടി ഏറ്റവും ടോപ്പ് റേറ്റിംഗിൽ എത്തുക, ജനങ്ങൾ അംഗീകരിക്കുന്ന പരിപാടിയായി മാറുക എന്നുള്ളത് ദൈവാനുഗ്രഹമാണ്. ഒന്നും പറയില്ല. മിഥുൻ നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. കലാകല നാണമുണ്ടോ പോത്തെ? തനിക്ക് നാണമുണ്ടോ? അല്ല, പുരുഷന്മാരെ മൊത്തം അവമാനിക്കാണ്ട് തന്നെ പോലെ ഒറ്റ ഒരുത്ത മതിയല്ലോ. പുരുഷന്മാരെ മൊത്തം അപമാനിക്കാനായിട്ട്. നമ്പർ 5. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. പണ്ട് വീടിന്റെ പിന്നാമ്പുറത്ത് ജപ്തിനോട് വന്നപ്പോ ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഇനി കഥാപാത്രം കൂടെ വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും. നല്ല ആർട്ടിഫിഷ്യൽ. മിഥുൻ നമ്പർ 3. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. അയ്യോ എടാ എഴുതോ, ഇവന്റെ കാല് തല്ലി ഓടിക്കടാ. നല്ലതായിരുന്നു, പക്ഷെ കാലയിൽ ഓടിക്കാൻ പറഞ്ഞല്ലേ. ലാസ്റ്റ് നമ്പർ. നമ്പർ 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. ജോജു ജോൺ. എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? നിന്നെ കാണാനില്ലല്ലോ. ഞാൻ പിച്ചക്കാരനല്ല, എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിൽ ഇവിടെ എഴുത്ത് കിട്ടിയിട്ട് ഞാൻ വന്നതാണ്. സോറി. ലാസ്റ്റ് നമ്പർ മിഥുൻ. 8. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 8. ഉമ്മൻചാണ്ടി സാർ. പുതിയ ഉമ്മൻചാണ്ടി സാറല്ലേ? പുതിയ ഉമ്മൻചാണ്ടി സാറാണ്. നമുക്കേത് പദ്ധതി വിജയിപ്പിക്കാം. കൊച്ചി മെട്രോ ആരംഭിക്കുന്ന സമയത്ത് പല വെല്ലുവിളികളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എക്കണോമിക്കലി വൈബിൾ അല്ല എന്ന് പറഞ്ഞ് പദ്ധതി മാറ്റി വയ്ക്കുന്ന ഒരു ഘട്ടം വരെ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം വന്നുകൊണ്ട് മാത്രമാണ് കൊച്ചി മെട്രോ സാധ്യമായത്. 3 നമ്പറുകൾ കഴിഞ്ഞു. തിരിച്ചെന്നെ സ്വാഗതം ചെയ്യാം. മിഥുന്റെ പിന്നെ ബാക്കി 2 എണ്ണം കൂടി. 2 വയസ്സ്. അടുത്തത് വെള്ളപ്പള്ളി സാറ്, ലാലേട്ടന്റെ രാജാവിന്റെ മകൻ എന്ന സിനിമയിലെ. ഒരിക്കൽ രാജ്മോഹൻ എന്നോട് ചോദിച്ചു, അതായത് ഒരിക്കൽ രാജ്മോഹൻ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണെന്ന്. ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന്. പിന്നെ അവൻ എന്നെ കളിയാക്കി വിളിക്കും, രാജാവിന്റെ മകൻ പോകുന്നത്, രാജാവിന്റെ മകൻ പോകുന്നത്. ആൻസിക്ക് എപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു പോകാം. മൈ ഫോൺ നമ്പർ ഈസ് 2255. ഫാൻസി നമ്പറാ. നന്നായിരുന്നു. ലാസ്റ്റ്. അടുത്തത് സാഗർ ഷിയാസ് മിമിക്രിയിൽ നിന്ന്. ഗാനമേള ഉടൻ ആരംഭിക്കുന്നു. ഓർക്കസ്ട്രേഷൻ, ഗിത്താർ, സത്താർ, തബല, പ്രബലൻ, തമ്പുരു, അമ്പുരു, ബുള്ളും ബ്ലും ബുള്ളു ബുള്ളും ബ്ലും ബുള്ളു ബുള്ള ശബ്ദം. വാട്ട് എ ഫാന്റാസ്റ്റിക് ബ്ലും. വെരി നൈസ്. അപ്പൊ ഇനി അടുത്തത് ലിസ്റ്റില് തിരിച്ചേട്ടൻ കഴിഞ്ഞ് മിഥുൻ ചേട്ടൻ, ബിജുകുട്ടൻ ചേട്ടൻ. മിഥുൻ ചേട്ടന്റെ ലൈവ് വോയിസ് ആണ്. നമസ്കാരം. ഞാൻ ലൈവിൽ വരാൻ കാരണം മറ്റൊന്നല്ല, കഴിഞ്ഞ ദിവസം കുട്ടമ്പുള്ളിയുടെ ശിവരാത്രി സിനിമ ഞാൻ കണ്ടു. ഏതായാലും പ്രതീക്ഷകളൊന്നും അസ്ഥാനത്തായില്ല. പടം അതിഗംഭീരമാണ്. സുരാജേട്ടന്റെ
ഔട്ട് ആൻഡ് ഔട്ട് പെർഫോമൻസ് സിനിമയാണ്. പിന്നെ ഞാനും ചെറിയൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, തരക്കേടില്ലാത്ത രീതിയിൽ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മീഡിയകളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് മിഥുന് SI സെലക്ഷൻ കിട്ടി എന്നുള്ളത്. സത്യം പറഞ്ഞാൽ SI സെലക്ഷൻ കിട്ടി എന്നുള്ളത് സത്യമാണ്. അത് നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ ഗ്രൂമർ സതീഷ് എഴുതി സംവിധാനം ചെയ്ത ഇരട്ടിയിലെ പിടികിട്ടാപ്പുള്ളി എന്ന സിനിമയിലാണ് SI സെലക്ഷൻ കിട്ടിയത്. അപ്പൊ നാളെ കാണുമ്പോ ആരും സല്യൂട്ട് തടിക്കാൻ നിൽക്കണ്ട. ഇനി ബിജുക്കുട്ടൻ ചേട്ടൻ അടി ഒന്നും പറയാനില്ല. പിന്നെ ഞാനല്ല ഷർഫല്ലേ സീൻ ഞാൻ കരുതിയത് അത് ഷർഫൻ എന്നാണ് കരുതിയത്. കാരണം ആദ്യം പറയണ്ടായിരുന്നില്ല അത് ഷർഫുദ്ദീൻ എന്നാണ് കരുതിയത്. പക്ഷെ ഞാനിവിടെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി പുള്ളി ഇവിടെ ഡബ് ചെയ്യണു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു, വളരെ സൈലന്റ് ആയിട്ടാണ് ഇത്. ഇതിന്റെ ചിരി ഇവിടെ പലരും അനുകരിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ ചിരി കറക്റ്റ് ആയിട്ടില്ല എന്ന് എടുത്തിട്ട്. ഇത് ഇതിന്റെ ചിരി കറക്റ്റ് ആയിരുന്നത്. ഒന്ന് ചിരിച്ചാ പൊട്ടിയുള്ളത്. രണ്ടുപേരും ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. ഈ പറഞ്ഞത് നിങ്ങൾക്ക് നമ്മൾ ഇത്രയും കളിയാക്കാനും നമുക്ക് ഇത്രയും അധികം പറയാനും കഴിയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഓരോ കണ്ടസ്റ്റൻസിനും വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരും കൂടിയാണ്. അത് പുതിയ ആൾക്കാർ വരുമ്പോൾ അവരെ ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് സതീഷിനും ഷിബുവിനും സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് രണ്ടുപേരും. എടുത്തു പറഞ്ഞ പറ്റുള്ളൂ. അതിനൊരു ഉഗ്രം കൈഡി കൊടുത്തു എല്ലാവർക്കും. പക്ഷെ ഇനി ആദരവിനെ വരാവുള്ളൂ. ഓക്കെ ചെഞ്ചേടാ, എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് പറയാനാണ് ഇവര്? പുതിയ വിശേഷം പറയാ. മൊയ്നുദ്ദീനെ കുറിച്ച് ഷറഫുദ്ദീന്റെ അടുത്ത് പറഞ്ഞ്, അപ്പൊ പറഞ്ഞ് ആ ചേട്ടാ അറിയാം പറമ്പയത്തിലുള്ള അല്ലേ എന്ന് ചോദിച്ചു. പറമ്പയല്ലോട് നന്നായിട്ട് പരിചയമുണ്ടല്ലേ. എന്റെ നാട്ടുകാരനാണ് ഷറഫുദ്ദീൻ, കൂടാതെ എന്റെ അനിയനായിട്ട് അഭിനയിക്കണുണ്ട്. അതുകൊണ്ട് ഇന്ന് വരാമെന്നും പറഞ്ഞാൽ പക്ഷെ ആക്സിഡന്റിൽ വരാൻ പറ്റിയില്ല. മൂന്നാറിന് ഇവിടെ എത്താൻ പറ്റിയില്ല. യഥാർത്ഥത്തിൽ അവന്റെ മുന്നിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു താങ്കളെ ക്ഷണിച്ചത് അല്ലേ? കുഴപ്പമില്ല, നമുക്ക് ഇനിയും അവസരം വരും തീർച്ചയായിട്ടും. ചെയ്ത സ്റ്റാർസിനെ കുറിച്ച് പറയണോ? പറഞ്ഞാൽ നന്നായിരിക്കും. അസലായി. മിഥുന്റെ ബിജുക്കുട്ടന്റെ എനിക്ക് കുറച്ചും കൂടി നല്ല സൗണ്ടാണ്. ഇല്ലട്ടാ, എല്ലാം നന്നായിരുന്നിട്ടാ. കാരണം ഒരു ആവർത്തന വിരസത ഉണ്ടായിരുന്നില്ല. ആവർത്തന വിരസത വന്നത് എവിടെയാണ്? നമ്മൾ പിന്നീട് അഭിനയിക്കും അത് തന്നെ ചെയ്യുമ്പോഴാണ്, നിന്നെല്ലാം പറഞ്ഞത്, പിന്നെ അത് തന്നെ ചെയ്യുമ്പോഴാണ്. പുതിയ സാധനങ്ങളും സംഭവങ്ങൾ ഇല്ലെങ്കിലും അതിലൊരു പുതുമ കണ്ടെത്താൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. പക്ഷെ അതുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാർ ഇതെന്താണ് സമ്മതിക്കാത്തത്, ഇവനെന്താ ചമ്മല്? ഉമ്മൻചാണ്ടി സാർ നന്നായിരുന്നു, വെള്ളാപ്പള്ളി നന്നായിരുന്നു. ലാസ്റ്റ് ചെയ്ത സാഗർ ഷിയാസിന്റെ ചിരി അസലായിട്ടാ. നമ്മൾ ശരിക്കും പുള്ളിയുടെ മുഖമാണ് നമുക്ക് ഓർമ്മ. ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എന്തായാലും നമുക്ക് നഷ്ടപ്പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. എന്തായാലും ആ ഓർമ്മകളിലേക്ക് കൊണ്ടിരുന്നുണ്ടല്ലോ. അവർ വീട്ടുകാർക്ക് വളരെ സന്തോഷവും ഷിയാസിക്കയുടെ സുഹൃത്തുക്കൾക്ക് സന്തോഷവും. അതിന് 1000 നന്ദി. താങ്ക് യു. വിജയടാ, രണ്ടുപേരും നന്നായിരുന്നു കേട്ടോ, പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ വന്ന് തയ്പ്പിച്ച ആൾക്കാരാണ് രണ്ടുപേരും. പിന്നെ എനിക്ക് മിഥുൻ്റെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കേട്ടോ. മിഥുൻ്റെ ലൈവ് വോയിസ് കറക്റ്റായിരുന്നു. എന്നിട്ട് അവസാനം നമ്മൾ സിനിമയെ കുറിച്ചൊക്കെ വലുതായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ കഥാപാത്രം ചെയ്തിട്ടുണ്ടാവും മിഥുൻ. എന്നിട്ട് അത് ഇടയ്ക്കൊന്ന് ബൂസ്റ്റ് ചെയ്യും. അത് കറക്റ്റ് ആയിരുന്നുണ്ടാ. പിന്നെ എൻ്റെ സൗണ്ട് എടുത്തപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കൈയടിച്ച് നന്നായി അല്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് ഇത്രയും ബേസുള്ള ആളുകളുടെ സൗണ്ട് എടുക്കുന്ന ആള് എൻ്റെ സൗണ്ട് അങ്ങനെ എടുക്കാറില്ല. ശരിക്കും പക്രുവിൻ്റെ എൻ്റെയൊക്കെ ഫീമെയിൽ വോയിസ് ചെയ്യുന്ന ആളുകളാണ് എടുക്കുന്നത്. പക്ഷെ എന്തായാലും 3 സ്റ്റാർ പിന്നീട് നന്നായിരുന്നു, 3 സ്റ്റാർ നന്നായിരുന്നു. ഷിയാസ്കയുടെ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. കാരണം ഷിയാസ്കനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എന്നെ ആദ്യമായിട്ട് ഗൾഫിൽ കൊണ്ടുപോയത് ഷിയാസ്കയാണ്. അപ്പോൾ ഷിയാസ്കയുടെ സൗണ്ടും അതുപോലെ തന്നെ ചിരിയും നന്നായിരുന്നു. വെള്ളാപ്പള്ളി നടശൻ നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ് രണ്ടുപേർക്കും. ഓക്കെ, താങ്ക് യു. മൊയ്നുദ്ദീൻ, മിഥുൻ രണ്ടുപേരും പൊളിച്ചടക്കി, ഗംഭീരം. മൊയ്നുദ്ദീനെ എനിക്ക് ഏറ്റവും എടുത്ത് പറയുന്നത് എനിക്ക് ബിജുക്കുട്ടൻ അപാരമായിരുന്നു കേട്ടോ. ബിജുക്കുട്ടൻ പറയുന്ന പോലെ തന്നെ അതിനകത്തൊന്നും പറയാനില്ല, ഗംഭീരമായിട്ട് നിങ്ങൾ ഇങ്ങനെ മാലപ്പടക്കം പോലെ പറയുമല്ലോ, ഒരാളെ കുറിച്ച് അഭിപ്രായം പറയാം. ശരിയാണ് കാര്യം. ഒരാളെ തിരിഞ്ഞ് സ്പോട്ടപ്പ് ചെയ്യുമ്പോൾ അവിടെ തിരിഞ്ഞ് നിന്ന് ഞാൻ വിശ്വസിച്ചില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ മോഡുലേഷൻ കറക്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ ടിനി മിഥുൻ്റെ ലൈവ് വോയിസ് വളരെ ഗംഭീരമായിരുന്നു. മിഥുൻ, ഉമ്മൻചാണ്ടി സാറും പിന്നെ അതിനുശേഷം വെള്ളാപ്പള്ളി സാറിൻ്റെ എല്ലാം വളരെ നന്നായിരുന്നു. കാര്യം ഷിയാസുക്കയുടെ എടുത്ത് പറയുന്നത് ഈ ഷിയാസുക്ക നാഷിക്കയുടെ പാട്ടിൻ്റെയൊക്കെ ചില പഞ്ചുകൾ ഷിയാസുക്ക ഗംഭീരമായിട്ട് പാടും. നാഷിക്കയുടെ ഒരു പാട്ടുണ്ട്, പണ്ട് മലയാള പടം ഓടാൻ ജയൻ മതി എന്നുള്ള പാട്ടിൻ്റെ അനുപലയെ പുള്ളി പാടുന്നുണ്ട്. നടിമാരിൽ ശീല, പിന്നെ പിറകെ വന്നത് സീമ, ജയഭാരതി മുന്നിമേരിയും വിലസി നടന്നൊരു കാലം, പാട്ടിലും ഡാൻസിലും നടികളിൽ നദികളിൽ നീരാടും നേരം, ഉയരുന്നോരു ആരവം അത് കിളവന്മാരുടാരവം, പണ്ടു പടമോടാൻ പുളിയുണ്ടേൽ അത് മതി. പിന്നെ അടുത്ത ലൈനുണ്ട്,
പിന്നെ സിലിക്കിൻ്റെ കുലുക്കുണ്ടേ അത് മതി. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ പാട്ടിലുള്ള പഞ്ചുകൾ കൊടുക്കുന്ന ഷിയാസൊക്കെ ആയിരുന്നു. അതുപോലെ ചിരി ഗംഭീരമായിട്ട് ചെയ്തു. അപ്പോൾ രണ്ടുപേരും ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരങ്ങളാണ്. ഇനിയും നിങ്ങൾ ഈ പുതിയ പുതിയ ഐറ്റംസ് ആയിട്ട് അല്ലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ട് വരുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ഒരു മാതൃകയാണ്. രണ്ടുപേരും ഇനി ഒരുപാട് വേദികൾ കിട്ടട്ടെ. രണ്ടുപേർക്ക് ഓൾ ദി ബെസ്റ്റ്. പോകുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ്. ഇന്ന് ഷറഫിന് ഇവിടെ എത്താൻ പറ്റിയില്ല. ഷറഫ് ജോണി എസ്.എ.യുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവിടെ വരും എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ മൂന്നാറിൽ ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിട്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഷറഫിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച ആ സംഭവം ഉണ്ടല്ലോ, ഷറഫ് ഖാന്റെ ഒരു ലൈവ് വോയിസ്. ഷറഫ് ഇവിടെ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നു പറഞ്ഞാലും മതി. മതി. നമസ്കാരം. സാധാരണ എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ ചെറിയ ഈ കോമഡി സീനുകളാണ് കൂടുതലായിട്ട് കിട്ടാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വരുത്തനിൽ എനിക്ക് ചെറിയൊരു നല്ലൊരു എന്താ പറയുക നെഗറ്റീവ് ഒരു ക്യാരക്ടർ കിട്ടിയാൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്നതും അതുപോലുള്ള സീനുകളൊക്കെ കിട്ടാൻ തന്നെയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ അമൽ നീരജ് സാർ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട്, അപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാനപ്പോൾ അൽഫോൺസിനെയും അൽത്താഫിനെയും അതുപോലെ തന്നെ മുഹസിൻ കാസിമിനെയൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ലൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ പറഞ്ഞു. നല്ലൊരു ലെക്കായിരിക്കും, ഒരു വഴിത്തിരിവായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്തു. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടിയാൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാനും കിച്ചു ഒക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ കച്ചറി ഉണ്ടാക്കാറ്. അപ്പോൾ എന്തായാലും ഒരുപാട് ജോണി എസ്.എ.യിലെ ക്യാരക്ടർ എന്താണ് ഷറഫിന് എന്താ പറയാനുള്ളത് ജോണി എസ്.എ.യെ പറ്റി? അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ടിനിച്ചേട്ടനുണ്ട്. അപ്പോൾ ടിനിച്ചേട്ടനുള്ള നമുക്കൊരു ധൈര്യമാണ്. കാരണം നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരാൾ, അത്യാവശ്യം നമുക്കൊരു മോട്ടിവേഷനൊക്കെ തന്നെ ഒരാളാണ്. നല്ലൊരു ആർട്ടിസ്റ്റാണ്. പിന്നെ എനിക്ക് അത് കൂടാണ്ട് നമുക്ക് സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ചെയ്ത് നല്ലൊരു വേദിയൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ടും പിന്നെ നമ്മൾ പുതിയൊരാളാണ്. അപ്പോൾ നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മളുടേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാൾ കൂടിയാണ്. പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തി കൂടിയാണ്. ആഹാ, പൊളിച്ച്. അപ്പൊ രണ്ടുപേരും കേട്ടോ വീണ്ടും ഇവിടെ വന്ന് നമ്മളെ ഞെട്ടിച്ചതിന് വളരെയധികം നന്ദി. പുതിയത് ചിഞ്ചട പറഞ്ഞ പോലെ കേട്ടോ. ഓക്കെ, ഞാൻ നിങ്ങളുടെ കൈ പിടിച്ചും നിങ്ങളുടെ തോളത്ത് കൈയിട്ടൊക്കെ മതി. ഇനി എന്റെ തോളത്ത് കൈയിട്ടേക്ക്. ഇനി കൊണ്ടുവയ്ക്കോ, ടിൻചേട്ടനെ കൊണ്ടുവയ്ക്കോ. കിടിലം കോമഡി ഉത്സവത്തിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നേരത്തെ ഇവിടെ വന്ന് നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ആളാണ്. ഡ്രം കൊണ്ട് മിമിക്രി കാണിക്കുന്ന ആളാണ് സിബൻ. വെൽക്കം ബാക്ക്. എന്തോ സിബിനെ ഇന്നത്തെ പരിപാടി? മിമിക്രി തന്നെയാണ് ചെയ്യുന്നത്. മിമിക്രി തന്നെയാണ്. അതെ, അതിനൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഫ്ലഡുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കുറച്ച് സൗണ്ടുകളാണ്. അത് ശരി. ഡ്രം വെച്ച് വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി. ഇതിപ്പോ തവണയും തിരിച്ചു വെച്ചിട്ട് മറ്റേ കോയിനൊക്കെ വെച്ച് ഉറയ്ക്കുന്നുണ്ടോ? അത് ഈ പ്രാവശ്യം ഇല്ല. ഓക്കെ, അപ്പൊ ഐ ലീവ് ഇറ്റ് ടു യു കേട്ടോ. സൗന്ദര്യ തീഷ്ണത കൊണ്ട് പലരെയും ആകർഷിച്ച സുന്ദരി, പച്ചമൂടിയ വിരിമാറും പൂവ് നിറഞ്ഞ ചുണ്ടുകളും കൊണ്ട് ചിരിതൂകിയ സൗന്ദര്യം, അതാണ് കേരളം. പലതവണ പല രീതിയിൽ നാം അവളെ വേദനിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഇന്നുവരെ തിരിഞ്ഞൊരു അക്ഷരവും പറഞ്ഞിട്ടില്ല. വിഷമങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാൻ സഹിക്കാതെ വന്നപ്പോൾ അവൾ കരഞ്ഞു തുടങ്ങി. ഒരുപാട് കരഞ്ഞു. പൊഴിഞ്ഞു വീണ കണ്ണീർ തുള്ളികൾ ഭൂമിയിൽ നിറയാൻ തുടങ്ങി. ഭൂമി നിറഞ്ഞു കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ഡാമുകൾ തുറക്കപ്പെട്ടു. കണ്ണിന് അപൂർവ നിമിഷമായിരുന്നു. എങ്കിലും നിർത്താതെ പെയ്യുന്ന പേമാരിയും പകയോടെ ഒഴുകുന്ന പുഴവെള്ളവും നാശം വിതച്ചു. നാടാകെ നടുങ്ങി, അലമുറയിട്ടു. എവിടെ നിന്നോ ഈശ്വരൻ പറഞ്ഞയച്ചതുപോലെ പലരും പറന്നെത്തി. കടലിൻ്റെ പകയിൽ കുലുങ്ങാത്ത പലരും പകലന്തിയോളം കൂടെ നിന്നു. ഹെലികോപ്റ്ററിന് കൈകാണിക്കാനോ അലമുറയിടാനോ ആവാതെ മറ്റു പല ജീവനുകളുമുണ്ടായിരുന്നു.
പ്രളയക്കെടുതിയിലകപ്പെട്ട ആളുകൾ ക്യാമ്പുകളിലേക്കും ദൂരനാടുകളിലേക്കും യാത്രയായി. അല്ലെങ്കിൽ തന്നെ കോടാനുകോടി ജനങ്ങൾ കൂടെ നിൽക്കുമ്പോൾ എങ്ങനെ തളർന്നു പോകും? പ്രകൃതി പാഠം പഠിപ്പിച്ചു. അല്ലയോ മനുഷ്യ, മതവും രാഷ്ട്രീയവും കുതന്ത്രങ്ങളും വിട്ട് നാം ആ നാടുകളിൽ ഒന്നായി. ഇത് പ്രളയം പഠിപ്പിച്ച പുതിയ ജീവിതം. തിരിച്ചുവരും. പൊഴിഞ്ഞ കണ്ണീർ തുള്ളികൾ തുടച്ചു മാറ്റപ്പെടും. കാലം തിരിച്ചുവരും. കേരളം വീണ്ടും പൂക്കും, തളിർക്കും. പുതിയ നാളുകൾ പുലരി വിരിയിക്കും. പട്ടാമ്പി MES എങ്ങനെയുണ്ടാവും സിബിൻ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഈ ബെഞ്ചും ഡെസ്കും അതാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒറ്റയ്ക്കുള്ള ഇതൊക്കെയാണ്. പക്ഷെ ബെഞ്ചും ഡെസ്കിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഡെസ്കിൽ പടം വരയ്ക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു. ഇങ്ങനെ വരച്ചോണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ വരച്ചോണ്ടിരിക്കും. സാറ് കണ്ടിട്ട് അവന് നല്ല അടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അതുള്ളതല്ല. പക്ഷെ അതേ സാറ് തന്നെ അവനെ ചിത്രകല പഠിപ്പിക്കാൻ ചേർത്ത്. ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ തവണ ബിനാലേക്ക് ഞാൻ ചെല്ലുമ്പോൾ അവൻ വോളണ്ടിയർ ആയിട്ട് നിൽക്കുകയാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. അപ്പൊ അവൻ ഫ്രണ്ടിലുള്ള ഡെസ്ക് പഠിക്കാനല്ല ഉപയോഗിച്ചിരുന്നത്, അവന്റെ കഴിവ് പ്രയോഗിക്കാനാണ്. ആ ഉപയോഗിക്കുന്ന പ്രതലം വേറെ ആവശ്യത്തിനാണ്. പക്ഷേ ഇവൻ വേറെ ആവശ്യം കണ്ടെടുത്തു എന്നുള്ളതാണ്. ഇപ്പം വലിയൊരു ചിത്രകാരനാണ്. ചിത്രകാരന്മാരെ നമ്മളിവിടെ യഥാർത്ഥത്തിൽ അംഗീകരിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴും വലിയ വലിയ ചിത്രകാരന്മാരുടെ പേര് നമുക്കറിയില്ല. ഇതുപോലെ തന്നെ ഈ മറ്റേ ഫ്രൂട്ട്സിലും വെജിറ്റബിളിലും കൊത്തുന്നവരെ കണ്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ പച്ചക്കറി നമുക്ക് കറി വെക്കാനുള്ളതാണ്. പക്ഷെ അതിൽ കൊത്തിയിട്ട് നമ്മൾ അത്ഭുതം, അതിനെന്താ പറയുന്നത്, കാർവിങ്. അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടായത് കൊണ്ടാണ്, ഇങ്ങനെ പരീക്ഷണം നടത്തിയത് കൊണ്ടാണ് ഇതുപോലത്തെ ഒരു കലാരംഗത്തേക്ക് വന്നത്. അപ്പൊ സിബിന്റെ മുന്നിലിരിക്കുന്ന പ്രതലം ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ ഡ്രമ്മിങ്ങിനല്ല, അതിൻ്റെ അകത്ത് വേറെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, അത് കുറച്ചും കൂടി ചിന്തിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ സിബിൻ ഈ ഡ്രമ്മിങ്ങിന് ഡൈവേർട്ട് ചെയ്തിട്ട് സൗണ്ട് ഡിസൈനിങ്ങിലേക്ക് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു ജോബാണത്, പ്രധാന ഒരു ജോലിയാണത്. അപ്പോൾ ഡ്രമ്മിങ്ങിനോടൊപ്പം അതിലേക്ക് മാറണമെന്നാണ് എൻ്റെ ഒക്കെ അപേക്ഷിക്കുന്നത്. കാരണം അത്രയും സെൻസിബിളായിട്ടാണ്. കഴിഞ്ഞ തവണ തന്നെ നമ്മൾ ഞെട്ടിച്ചാണ്. ഇപ്പോഴും നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ശബ്ദമായിട്ട് തന്നെയാണ്, ഒരിക്കലും ഇവിടെ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നില്ല. ആദ്യം ഞാൻ കടൽ വന്നപ്പോൾ അതിൻ്റെ കടലിൻ്റെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിഞ്ഞില്ല. അപ്പോൾ അത്രയും സെൻസിബിളായിട്ടുള്ള ഒരാൾ ആ കരിയറും കൂടി നോക്കിയിട്ട് അതിലേക്ക് തിരിയുക. കാരണം അത്രയും സാധ്യതകളുണ്ട്, കഴിവുണ്ട്. ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. സിബിനെ ഗംഭീരമായിരുന്നു കേട്ടോ, കിടുക്കി കളഞ്ഞ്, അടിപൊളി. ഞാൻ പറഞ്ഞത് സിബിൻ നല്ല ബുദ്ധിയുള്ള ആളാണെന്ന് പറയണത്.
കാരണം ഇത് തമിഴ് സിനിമയിലും അല്ല തമിഴ് പാട്ടിനും അതുപോലെ തന്നെ മറ്റേ വെസ്റ്റേൺ മ്യൂസിക്കിനൊക്കെ ഉപയോഗിക്കുന്ന സംഭവം കൊണ്ട് ഇൻസ്ട്രുമെന്റ് കൊണ്ട് നമ്മൾ ഡബ് ചെയ്ത് ഒരു സിനിമയ്ക്ക് വേണ്ടി അല്ലേ. അത് എനിക്ക് തോന്നുന്നത് ആ നമ്മുടെ ട്രെയിനിന്റെ ശബ്ദം എന്ന് പറയുന്നത് നമുക്ക് മിമിക്രിയിലൂടെ നമുക്ക് വേണമെങ്കിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് രണ്ടും ഒരുമിച്ച് ഒറ്റ ഇത് കൊണ്ട് എടുക്കാൻ ആ സയറിനും അതുപോലെ തന്നെ ട്രെയിനിന്റെ സൗണ്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റേ ഇത് വെച്ചിട്ട് അതിന്റെ സയറിനെടുത്ത് ഉടനെ വിത്തിൻ സെക്കൻഡിലാണ് മറ്റേ സൗണ്ട് വരുന്നത്. അത് ആ ട്രംപറ്റിൽ അടിച്ചിട്ടല്ലേ, അയ്യോ അത് കിടുക്കി കളഞ്ഞിട്ടാ അവസാനം അത് പോകുന്ന സ്നേഹറില് അത് നന്നായിട്ട്. കാരണം ഈ ഓരോ സൗണ്ടുകൾ എടുക്കുമ്പോൾ നമുക്ക് സിനിമയെ കാണുന്ന പോലെ തന്നെ ചെയ്യാൻ കേൾക്കാൻ പറ്റിയിരുന്നു. കാരണം ഹെലികോപ്റ്റർ വന്നപ്പോൾ ആദ്യത്തെ സൗണ്ട് അല്ല അടുത്ത് വരുമ്പോഴുള്ള വേരിയേഷൻ അതൊക്കെ മനോഹരമായിട്ട് ചെയ്തിരുന്നിട്ടാ, ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ മറ്റേ ട്രംപറ്റും മറ്റേ നാദസ്വരം കൂടി ഒരു സംഭവം ഉണ്ടല്ലേ, ബെസ്റ്റ് ആന്നിട്ട് അത്. അതെന്താ പേപ്പർ ഒട്ടിച്ചാക്കണം ഒന്ന് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിട്ട്. ഭയങ്കര രസമുള്ളൊരു സൗണ്ട് ആയിരുന്നിട്ട് അത്, ഭയങ്കര ഡ്രം വെച്ച് അല്ലേ. അത് തന്നെ ഡ്രം വെച്ചിട്ട് ഓൾറെഡി ഇതിനകത്ത് ഒരു സ്പ്രിംഗ് ഉണ്ട്. ഓ സ്പ്രിംഗിൽ ഇത് ഞാൻ കവർ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് കവറാ വെച്ചിരിക്കുന്നത്. ശരി ശരി. അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ടോൺ ഒന്നെടുത്ത് ആനയുടെ സൗണ്ട് കിടിക്കേട്ടാ. ഈ ആനയുടെ പോലെ തന്നെ നമുക്ക് വേറെ ഒരു ആനിമൽസിന്റെ സൗണ്ട്, കടുവയുടെ ഒക്കെ ഗർജിക്കുന്ന സൗണ്ട് ഉണ്ട്. പക്ഷെ അത് വേറെ ഇൻസ്ട്രുമെന്റിലാണ്, ദർബുക്ക എന്ന് പറയുന്ന സൗണ്ടാണ്. ദർബുക്ക എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിലാണ് ചെയ്യുന്നത്. അതിങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോ അപ്പൊ ആ ഒരു ഏതാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ല, കാരണം ഒന്നിനൊന്നും മെച്ചം വരുന്നു. എന്തായാലും ഓൾ ദി ബെസ്റ്റ് സിബിനെ. ഓക്കെ സിബിനി ഡ്രംസിന്റെ ഒരു ഉഗ്രം കളക്ഷൻ ഉണ്ടെന്നു അല്ലേ, ഈ പറഞ്ഞ പോലെ ഡർബുക്കയും കാര്യങ്ങളും ഒക്കെ പലയിടത്ത് പോകുമ്പോൾ കളക്ട് ചെയ്യുന്നു. വെരി ഗുഡ്. അല്ല വിജയുടെ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, എന്താണ് പുള്ളിയുടെ ഈ പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത്? അതല്ലേ പറഞ്ഞു. അല്ല അത് പറഞ്ഞില്ലല്ലോ. എന്ത് പറയണം? സ്ഥിരം പറയുന്ന സാധനം പറഞ്ഞില്ലല്ലോ. ഒന്നും പറയാനില്ല. ഇതിനെ എടുത്തു പറയുന്നത് പ്രളയം വന്നപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കരഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചങ്കിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നെഞ്ചിടിച്ചിട്ടെന്ന് പറയും. പക്ഷെ പ്രളയം കണ്ട് ആദ്യമായിട്ട് കൈയടിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു സംഭവം കണ്ടിട്ടാണ്. പിന്നെ രണ്ടാമത് നമ്മളാരും ചിന്തിക്കാത്ത ആരും എടുക്കാത്ത ഒരു വിഷയം എടുത്തിട്ട്, കാര്യം നമ്മൾ ചിന്തിക്കുന്നുണ്ട് അത് ഒരുപാട് വന്നു പോയിട്ടുണ്ട്, അതെടുത്തുകൊണ്ട് പിന്നെ നമ്മൾ ഈ പ്രളയം കഴിഞ്ഞ് ഒരുപാട് പേര് ഇതിൻ്റെ പല ഷോട്ടുകൾ കട്ട് ചെയ്തിട്ട് കുറേ പാട്ടുകൾ ഇറക്കിയിട്ടുണ്ട്, പല ഷോർട്ട് ഫിലിം പോലെ കുറേ സംഭവങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഉപരി നമ്മൾ പ്രളയത്തിൽ പല വിഷ്വൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വിഷ്വൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രീതിയിൽ നിങ്ങളത് പ്രസൻറ്റ് ചെയ്യുന്നുള്ളൂ, അത്രയ്ക്ക് ഭംഗിയായിരുന്നു. സിബിന് ഓരോ വോയിസ് ചെയ്ത ടൈമിംഗ് എന്ന് പറയുന്നത് കാര്യം നമുക്കതെടുക്കാം. ഒരു വോയിസ് ഓവർ വളരെ സീരിയസ് ആയിട്ട് പോകുന്നു, അവിടുന്ന് വളരെ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ ടൈമിങ്ങിൽ ഇപ്പം ഒരു ട്രെയിൻ വെള്ളം നിറഞ്ഞ പാളത്തിലൂടെ ഓടിപ്പോകുന്നൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ അവിടെ എടുത്തൊരു ടെൻഷനും എഫേർട്ടും നമുക്കിത് അറിയാൻ പറ്റും. കാര്യം ആ ട്രെയിനിൻ്റെ സൈറൻ്റെ സൗണ്ട്, പിന്നെ അതിന് വെള്ളത്തിൽ കൂടെ പോകുന്ന വെള്ളത്തിൻ്റെ സൗണ്ട്, പിന്നെ ട്രെയിനിൻ്റെ ഓരോ ശബ്ദം, ഇത് മൂന്നും കൂടെ ടൈമിങ്ങിൽ വളരെ പെർഫെക്റ്റായിട്ട് നിങ്ങളെല്ലാം ചെയ്തു. ടിനി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്താ പറയുന്ന ഒരു വലിയൊരു ഒരു സാറായി ഇതിൻ്റെ ഒരു വലിയ ലോകമറിയപ്പെടുന്ന ഒരാളായി മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിബിനെ. കാലക്കി പൊളിച്ചു, നമ്മളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്ത്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഭയങ്കര വെറൈറ്റി ആണ്, ഭയങ്കര പുതുമയുണ്ടായിരുന്നു, ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയും അടുത്ത പുതിയ സംഭവങ്ങളായിട്ട് വരുമല്ലേ. പട്ടാമ്പി പ്ലീസ്. താങ്ക് യു. കിടിലം കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് ഒരു വൈറൽ വീഡിയോ സെഗ്മെന്റ് ആണ്. വരുന്നത് ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. സംഗീത ലോകത്ത് സ്വരവിസ്മയങ്ങളുമായി പടയോട്ടം തുടരുന്ന ഒരു ഗായക മുഖം ജിൻസ് ഗോപിനാഥ്. തന്റെ ജീവിതം തന്നെ സംഗീതത്തിനായി മാറ്റിവെച്ച ജിൻസ് ഗോപിനാഥ് 20 വർഷമായി സംഗീതവേദികളിൽ ആലാപന സുഗന്ധം പരത്തുന്നു. മലയാള ടെലിവിഷൻ ചാനലുകളിലെ മ്യൂസിക് റിയാലിറ്റി ഷോകളിൽ പലതവണ വിജയക്കുറിയണിഞ്ഞ ഈ പാട്ടുകാരൻ പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട്. സംഗീത കച്ചേരികളിലും ഗാനമേള വേദികളിലും ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമാണ് ജിൻസ് ഗോപിനാഥ്. ഒരു ചലച്ചിത്ര പിന്നണി ഗായകനാവുക എന്ന സ്വപ്നവുമായി സംഗീതയാത്ര തുടരുകയാണ് ഈ കോട്ടയം സ്വദേശി. കോമഡിയുടെ ഈ മഹാവേദിയിൽ ജിൻസ് ഗോപിനാഥിന് സ്നേഹസ്വാഗതം. ജിൻസ് കോമഡി ഉത്സവത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളാണല്ലോ. കോമഡി അതെന്താന്ന് വെച്ചാല് ഞാൻ ഭയങ്കര കൊമേഡിയനാന്നുള്ളതാണ് ടിനിച്ചേട്ടനൊക്കെ പറയുന്നത്. ആണോ? അയ്യോ കൗണ്ടറിന്റെ ആശാനാണ്. അത് ശരി. ഇവിടുന്ന് ഡൽഹി വരെ പോണത് അറിയൂല നമ്മള്. ഫ്ലൈറ്റ് നിലത്തുഴുന്ന് വിചാരിക്കും, അത്രയും കോമഡിയാണ്. നടത്താൻ കണ്ടല്ലേ ഇങ്ങനെ. അതിന് തന്നെ ഒരു കോമഡി ഇല്ലേ? യേശുദാസിന്റെ സൗണ്ടും ചാർലി ചാപ്ലിന്റെ നടത്തും. അതാണ് ഭയങ്കര കോമഡി എന്നാണ് ഇവര് പറയുന്നത്. ഇത് നമുക്കൂടി എന്താ ചെയ്യാൻ പോണേ? ഇന്ന് ദാസേട്ടൻ ഒരു ട്രിബ്യൂട്ടാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് പാട്ടുകൾ അല്ലേ, നമുക്ക് എണ്ണമറ്റ പാട്ടുകളാണ് പാടിയിരിക്കുന്നത്.
അപ്പം ഞാൻ സാധാരണ നമ്മൾ ഒരുപാട് പാട്ടുകൾ ഈ കവർ അതുപോലെ തന്നെ എന്താ പറയുക മെഡ്ലി ഒരുപാട് കേട്ടിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്ന മെഡ്ലി എന്ന് പറയുന്നത് പാട്ടുകൾ എടുക്കുക, ആ പാട്ട് അതേപോലെ പാടുക, ഓർക്കസ്ട്രേഷൻ മാറ്റുക, പുതിയ ഓർക്കസ്ട്രേഷൻ അല്ലേ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ദാസേട്ടൻ്റെ പാട്ടുകൾ ഓർക്കസ്ട്രേഷൻ മാറ്റാതെ ഒരു പാട്ടിലൂടെ ഒരുപാട് പാട്ടുകൾ. പഴയ പാട്ടുകളാണ് എല്ലാം, ഓൾഡ് ഈസ് ഗോൾഡ്. അപ്പോൾ അതിന്റെ ഓർക്കസ്ട്ര മാറ്റാതെ സെയിം ഓർക്കസ്ട്രേഷൻ, ഒരേ മീറ്റർ പിടിക്കും അല്ലേ? ഓക്കേ, അപ്പോൾ കേൾക്കാം. ഓക്കേ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. അരളികൾ പൂക്കുന്ന കരയിലപ്പോൾ നിന്ന് മലവേട ചെറുക്കൻ്റെ മനം തുടിച്ചു. അവളുടെ പാട്ടിൻ്റെ ലഹരിയിൽ അവൻ മുങ്ങി, അവളുടെ പാട്ടിൻ്റെ ലഹരിയിൽ അവൻ മുങ്ങി. ഇളം കാറ്റിലിളകുന്ന വള്ളി പോലെ പുലയനാർ മണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാതി മിഴിയുള്ള കളിത്തത്തമ്മ. മൂടുപടം മാറ്റി മുഖം കുനിച്ചെത്തുന്ന നാടൻ നവവധൂവെന്നതുപോലെ നവമീ ചന്ദ്രിക നിന്നുടെ മുന്നിൽ നവനീതദലം വാരി തൂകി വാരി തൂകി. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു. സ്വർഗായികേ ഇതിലേ ഇതിലേ നീയാം ഗായിക നൃത്തം വയ്ക്കും നാൽപ്പാമര കാട്ടിൽ. നീയാം മേനക നൃത്തം വയ്ക്കും നാൽപ്പാമര കാട്ടിൽ. ഏതോ പുഷ്പശരം കൊണ്ടിന്നലി എൻ്റെ തപസിളകി. കാമിനി എൻ്റെ തപസിളകി. ചിത്രശിലാപാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു.
മായാവനത്തിൽ നിന്നും മാലാഖ മണ്ണിലിറങ്ങി ആമിഴിത്താമരപ്പൂവിൽ നിന്നും ആശാപരാഗം പരന്നു ആവർണരാഗപരാഗം എൻ്റെ ജീവനിൽ പുൽകി പടർന്നു കുയിലിൻ്റെ മണിനാ കടവത്തു കണ്ണാടി കടവത്തു കളിവഞ്ചി പാട്ടുപാടി പറന്നാട്ടേ കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വീടേ കൂട്ടിനിണയല്ലേ കൊഞ്ചും മൊഴിയല്ലേ കൂടെ വരൂ ഹൃദയവതീ നിൻ മധുരവനത്തിലെ മലർവാടമൊരു വട്ടം തുറക്കുകില്ലേ അറിയാതെ പൊഴിയുന്ന മധുകണമെങ്കിലും നുകരുവാനനുവാദം തരികയില്ലേ ആധരതളപ്പുടം നീ വിടർത്തിടുമ്പോൾ അതിലൊരു ശലഭമായി ഞാനമരും മനോഹരി മനോരഥ മലരോടു മലർത്തൂകും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരു ആരാധകനാണോ ഈ ആരാധകനാണോ രിഗമഗരി സരിഗരി സനിധനി സരിഗമ പരിഗമ പദനീതമ പദനീതമ പദമ മഗരി ഗമഗരി ഗരി സനി സരിഗമ പദനി സനി ധനി ധനി ദമ പദനീതമ മഗരി ഗമ പമ പദനി നി സരി രിഗ ഗമഗരി സരി ഗരി സരി നി ധനി ധനി ധ പദനി സരിഗ മഗരി ഗമ പമ ഗമ പ അതപ്പോ ഇതിനകത്ത് ഇങ്ങനെ ഒരു കോമൺ ഫാക്ടർ പിടിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു രാഗം പിടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതിനകത്ത് ഒരു റൂട്ടാണ്, ഏകദേശം സിമിലർ ആയിട്ടുള്ള റൂട്ടാണ്, പക്ഷേ ഡിഫറെന്റ് രാഗങ്ങളുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പഴയ പാട്ടുകൾ കേട്ട് ഈ റൂട്ടിലുള്ള ഒരുപാട് പാട്ടുകൾ ഇനിയും ഉണ്ട്. ഉത്തര സ്വയംവര, സാമ്യമകന്നൊരു ഉദ്യാനമേഖ, ഒത്തിരി പാട്ടുകളുണ്ട്. അപ്പം അതിൽ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ BGMs സ്യൂട്ട് ആയിട്ടുള്ള പാട്ടുകളൊന്ന് സെലക്ട് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചു. പിന്നെ ലാസ്റ്റ് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയാനായിട്ട് കുറച്ച് സ്വരങ്ങൾ വിട്ടു അല്ലേ? അസാധ്യമായിരുന്നു. ജിൻസ് നമ്മുടെ ട്രൂപ്പിന്റെ ഭാഗമാണ്. ഒരുപാട് ഷോസ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നവരാണ്. എപ്പോഴും നമ്മൾ ഒരു പ്രോഗ്രാമിനൊക്കെ യാത്ര പോകുമ്പോൾ അതിൽ ഈ തമാശക്കാരോ അല്ലെങ്കിൽ മ്യൂസിക്കാരൊന്നും ആയിരിക്കില്ല കോമഡി പറയുന്നത്. യഥാർത്ഥത്തിൽ ഓർക്കസ്ട്രയിൽ ഒരു മെമ്പറായിരിക്കും, ഒരു മാൻ ഓഫ് ദ മാച്ച് പോലെ മെയിൻ അട്രാക്ഷൻ ഉള്ളത് പുള്ളിയായിരിക്കും. അതുപോലെ ഗായകരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കൗണ്ടർ പറയുന്ന ഒരാളാണ്. സെൻസ് ഓഫ് ഹ്യൂമർ അസാധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് കോമഡി ഉത്സവത്തിൽ വന്നതിൽ ഒരു തെറ്റിദ്ധാരണ വേണ്ട മിഥുന്. 10 എണ്ണം പറഞ്ഞാൽ ചിലപ്പോൾ 3 എണ്ണം ചീറ്റിപ്പോവും, 7 എണ്ണം നല്ലതായിരിക്കും. പക്ഷെ പുള്ളി തളരാറില്ല, പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. ഒരു യാത്രയിലൊക്കെ പോണെങ്കിൽ അസാധ്യമായിട്ട് നമ്മുടെ പിന്നെ ദാസേട്ടന്റെ പാട്ടുകൾ നമുക്ക് MG ശ്രീകുമാറിന്റെ സൗണ്ടിൽ കേൾക്കണമെങ്കിൽ ജിൻസിനെ വിളിച്ചാൽ മതി. നല്ല അസാധ്യ ഗായകനാണ്, ഗംഭീരാണ്. ശ്രീകുമാരേട്ടന്റെ ഒരു പാട്ടൊന്ന് പാടി. MG ശ്രീകുമാർ സാർ എല്ലാ വേദികളിലും പാടുന്ന എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. നിലാവിൻ്റെ നീലഭസ്മം
കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ അല്ല ശരിക്കും ഈ ദാസേട്ടൻ വന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ദാസേട്ടൻ അനുകരിച്ചിട്ടാണ് സിനിമയിലും സ്റ്റേജിലൊക്കെ പാടുക. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ശബ്ദം വന്നിട്ട് തകർത്ത് കേരളത്തില് അല്ലേ അടിച്ചു. അദ്ദേഹത്തിന് തന്നെ അങ്ങനെ ബ്രേക്ക് കിട്ടിയതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പൊ ഉള്ള ഒരു സിസ്റ്റത്തിനെയൊക്കെ മാറ്റിയിട്ടായിരിക്കണം ജിൻസ് സിനിമയിൽ പാടുമ്പോൾ പാടേണ്ടത്. അതെ അതെ. ഓൾ ദി ബെസ്റ്റ്. ജിൻസേ നന്നായിരുന്നട്ടാ, അടിപൊളിയായിരുന്നു. താങ്ക് യു ചേട്ടാ. പിന്നെ നമ്മൾ സാധാരണ ഗാനങ്ങളൊക്കെ പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചൈൻ സോങ് പാടുമല്ലോ, പല താളത്തിലായിരിക്കും, പല രാഗത്തിലായിരിക്കും. പക്ഷെ അതെല്ലാം ഒരു രാഗത്തിലും ഒരു താളത്തിലായിരിക്കാണ് പറഞ്ഞത്. അതിനകത്ത് തമിഴ് ഉണ്ടാവും, ഹിന്ദി ഉണ്ടാവും, മലയാളം ഉണ്ടാവും, എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പം അത് കേൾക്കാനൊരു ഇമ്പം ഉണ്ടാവും, ഒരു എന്താണ് പറയുക, എല്ലാവർക്കും കൂടി ഡാൻസ് കളിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനൊരു പാട്ടുകാരും സത്യമാഷിൻ്റെയും അതുപോലെ തന്നെ നസീർ സാറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഈ പാട്ട് ഇത്രയും മനോഹരമായിട്ട് നമുക്ക് കേട്ടിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പാടണം, ഭയങ്കര രസമുണ്ടായിരുന്നു. അത് തന്നെയുമല്ല, ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ദാസാറിന് വേണ്ടിയിട്ട് ട്രിബ്യൂട്ട് ചെയ്തെങ്കിലും ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഓരോ പാട്ടുകൾ വരുമ്പോഴും സത്യൻ മാസ്റ്ററുടെയും ഒരു കാര്യമുണ്ട്, സത്യം മാസ്റ്ററിന്റെ പാട്ട് ഏതാ പാടിയത്? അതിൽ ഒരു തവണ പോലും ഇങ്ങനെ കാണിച്ചിട്ടില്ല. ആ പാട്ട് കാണണോട്ടാ, തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. അല്ല അത് നമ്മള് ശരിക്കും പറഞ്ഞാൽ അത് ഞാനും പിഷാരടി കൂടി ചെയ്യണ സംഭവം വരുന്നത്. കാരണം ഞാൻ പെണ്ണായിട്ടിരിക്കുന്നു, സത്യമാഷായിട്ട് പിഷാരടിക്കുന്നു. ഒരു കറുത്തൊരു പെണ്ണ് വന്നിട്ട് സത്യമാഷ് ഇങ്ങനെ കാണിക്കുമ്പോൾ അതിന്റെ പുറകെ കൂടി ആ കൈന്റെ വിരലിന്റെ പുറകെ കൂടി പോകണ ഭയങ്കര ഹ്യൂമറുള്ള സാധനമായിരുന്നു സലിംകുമാറുടെ ട്രൂപ്പില്. അല്ലാണ്ട് സത്യമാഷ് അങ്ങനെ കാണിച്ചിട്ടൊന്നും. അതന്നെ ജിൻസ് പാടുമ്പോൾ അഭിനയിച്ചാ പറഞ്ഞത്. സത്യം സാറിന്റെ വേർഡ്സുകൾ വരുമ്പോൾ അതുപോലെ പാടും, നസീർ സാറിന്റെ പാടും. എന്തായാലും കേൾക്കാൻ വളരെ രസമുണ്ടായിരുന്നു, വളരെ മനോഹരമായിട്ട് പാടി. അത് പറയേണ്ട ആവശ്യമില്ലോ, നമ്മളെ ഗാനങ്ങളൊക്കെ നയിച്ചുകൊണ്ട് പോകണതാണ് ജിൻസ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഈ ഐഡിയ സ്റ്റാർ സിംഗർ ഉള്ള സമയത്ത് ജിൻസിൻ്റെ ഏറ്റവും വലിയ ആരാധകനായിരുന്നു. കാര്യം അന്ന് ജിൻസ് പാടിയ പാട്ടല്ല ഇതുപോലെ നമുക്ക് കേൾക്കാൻ ശ്രീകുമാരേട്ടൻ തന്നെ പാടിയ ഒരുപാട് പാട്ടുകളുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രൂപ്പിലൊക്കെ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ സാധാരണപ്പെട്ട പാട്ടുകാരെ കണ്ടിരുന്നെങ്കിൽ രാവിലെ ചുക്ക് കാപ്പിയൊക്കെ കഴിച്ച് അല്ലെ കുടിച്ച് ആരോടും മിണ്ടാതെ ദാസേട്ടൻ ചിക്കൻ കഴിക്കുന്നു പറഞ്ഞ് ചിക്കനും ഒക്കെ കഴിച്ചിട്ട് സൗണ്ട് തന്നാൻ വേണ്ടി അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി രാവിലെ 7 മണിക്ക് വലിച്ച കോമഡിയൊക്കെ വിളിച്ച് പറഞ്ഞ് അത് ചിട്ടിച്ച് ഈ ഗാന പരിപാടിക്കൊക്കെ വരുമ്പോൾ എല്ലാവരുമായിട്ട് സംസാരിച്ച് വളരെ ഗംഭീരമായിട്ട് പാടി കയ്യടി മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു നല്ല ഗായകനാണ് ജിൻസ്. എന്തായാലും ഇത് ഇന്ന് പാടിയത് ഗംഭീരമായിരുന്നു. ജിൻസിന് ഒരുപാട് പരിപാടി കിട്ടട്ടെ, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പരിപാടി കിട്ടും. ചേട്ടൻ ഒരുപാട് കിട്ടട്ടെ, എങ്കിലും എനിക്കും കിട്ടുള്ളൂ. ഞങ്ങളുടെ ട്രൂപ്പിലെ ആസ്ഥാന ഗായകനാണ്. അപ്പൊ എന്തായാലും വിളിച്ചു. നമുക്ക് ഈ സാധാരണ ഈ പ്രചോദിയേട്ടൻ ഫോൺ വിളിക്കുമ്പോഴേ പുള്ളി പ്രോഗ്രാം ഉള്ളപ്പോഴേ വിളിക്കുള്ളൂ, അല്ലാതെ വെറുതെ സുഖമാണെന്ന് അന്വേഷിക്കാനായിട്ട് വിളിക്കാറില്ല. അങ്ങനെയാണ് ടിനിച്ചേട്ടനും. ഈ സത്യം പറഞ്ഞാൽ വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുന്ന 2 വ്യക്തിത്വങ്ങളാണ് നടുക്കുന്നത്. ബിചേട്ടനുമായിട്ട് ചെയ്തിട്ടുണ്ട്, എന്നാലും ബിചേട്ടൻ അങ്ങനെ ത്രൂ ഔട്ട് വിളിച്ച് ഡയറക്റ്റ് ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ബിചേട്ടൻ ഇനി അവസരമുണ്ട്, എന്നെ ഡയറക്റ്റ് വിളിച്ച് ഏൽപ്പിക്കാൻ കേട്ടോ. ഞാൻ വിശ്വസിച്ചല്ല, ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചപ്പോഴും പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ശരിയല്ലേ? ആ അത് ശരിയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു, കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് കേരള ഫ്രണ്ട് വരുന്നതിന് മുമ്പ് ചെയ്തിരുന്നു. ഞാനതുകൊണ്ട് അവർക്കുണ്ടെങ്കിലേ നമുക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാം വരട്ടെ എന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. വന്നു നിന്ന് അത്രയും സമയം കൂടെ നമ്മൾ ഭയങ്കരമായിട്ട് രസിച്ചു. മാത്രമല്ല MG ശ്രീകുമാറിന്റെ ശബ്ദം അത് പറയാതിരിക്കാൻ പറ്റില്ല, അത് ഇർറിപ്ലേസബിൾ. അത് ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഗംഭീരമായിരുന്നു. എല്ലാവരും നല്ലൊരു ഗൈഡ് ജിൻസിന് വേണ്ടി. താങ്ക് യു ജിൻസ്, താങ്ക്സ് ലോട്ട് ഫോർ കമ്മിങ് കേട്ടോ. താങ്ക് യു. കിടിലം കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് സ്പോട്ട് ഡബിംഗ്. സ്പോട്ട് ഡബിംഗ് ഇവിടെ വരാൻ പോകുന്നു. വിജയിൽ PhD എടുത്ത ഒരു വ്യക്തിയാണ് എബൻ.
കോമഡി ഉത്സവത്തിന്റെ തുടക്കത്തിലെ എപ്പിസോഡ് തൊട്ടുള്ള ആളാണ് എബിൻ. എബിന് ഇവിടെ വന്ന് വിജയനെ പെർഫോം ചെയ്തതിനു ശേഷം വിജയ് ഫാൻസിന്റെ അവിടെ നിന്ന് നേരിട്ട് കൊണ്ടുപോയി വിജയനെ നേരിട്ട് കണ്ട് വിജയുടെ മുമ്പിൽ പെർഫോം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ഇന്ന് പുതിയ സംഭവം അദ്ദേഹത്തിന്റെ കുറച്ച് വേരിയേഷൻ ചെയ്യാൻ പോകും. സ്പോട്ട് പോക്കോ ഇവിടെ വിഷു തരാം. ഓൾ ദി ബെസ്റ്റ്. ആഹാ കത്താൻ கண்டாங்கி அந்த பொண்ணு கண்டால குறுக்க கஞ்சா வச்ச கண்ணு அந்த கண்ணுக்கு 5 லட்சம் தாரே அந்த நெஞ்சுக்கு சொத்தழுது தாரேண்டி முத்தம் தரியா சர்க்காரில் அப்படி என்ன ஸ்பெஷலாக பண்ணியிருக்காருன்னு கேட்டால் அது கொஞ்சம் ஷார்ட்டாக சொல்லணும்னா மெர்சலில் கொஞ்சம் அரசியல் இருந்தது, இந்த அரசியலில் மெர்சல் பண்ணியிருக்காரு. இது யார் சொன்ன லைன்ஸ்னு தெரியல, பட் நான் லைஃப்பில் ஃபாலோ பண்ணிருக்கிறேன். அது என்னன்னா, உசுப்பேத்துறக்கிட்ட உம்முன்னும் கடுப்பேத்துறக்கிட்ட கம்முன்னு இருந்தால் வாழ்க்கை ஜம்முன்னு இருக்கும். நீ ஆளை வெட்டாண்ட அருவாள் தூக்குவ, நான் மாங்காய் வெட்டுறதுக்கு, மரத்தை வெட்டுறதுக்கு, தேங்காய் வெட்டுறதுக்கு, தென்னை வெட்டுறதுக்கு, விறகு வெட்டுறதுக்கு, வெங்காயம் வெட்டுறதுக்கு, இலந்தி வெட்டுறதுக்கு, நொங்கு வெட்டுறதுக்கும், வாழை வெட்டுறதுக்கும், பாலை வெட்டுறதுக்கும், ஆடு வெட்டுறதுக்கும், கோழி வெட்டுறதுக்கு அருவாள் தூக்கண கைடா இது. உயிர் மேல ஆசை இருந்தா ஓடி போயிடு, இல்ல உன்னை பீஸ் பீஸா வெட்டிடுவேன். I'm waiting. എന്നത്തെയും പോലെ ഗംഭീരമായി കളഞ്ഞു. ഒരു രക്ഷയും. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, സുന്ദരനായിട്ടുണ്ട് ഇപ്പൊ. ഒരു ഭംഗി വെച്ച് അല്ല, നേരത്തെ ഇത്തിരി ക്ഷീണമൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല സുന്ദരനായി. ഇപ്പൊ ഏതിനാ പഠിക്കുന്നത്? ഡിഗ്രി കഴിഞ്ഞ. അനുകരിക്കപ്പെടുന്ന ഒരാളെ നേരിട്ട് കാണാൻ പറ്റിയെന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. ഇവിടെ മോഹൻലാലിനെ അനുകരിക്കുന്നതിൽ അസീബ് അതാണ് ഒരു ഇതായിട്ട് വെച്ചിരിക്കുന്നത്, അൾട്ടിമേറ്റ് എന്നുള്ളത്. അതിനെ പേടിച്ചിട്ടാണ് എല്ലാവരും വരുന്നത്. അതുപോലെ വിജയ് എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് എബിനാണ്. അപ്പൊ എല്ലാവരും വരുമ്പോൾ എബിനെയാണ് ഒരു മാതൃകയാക്കുന്നത്. പക്ഷെ കാട്ടില് ഒരു സിംഹം മാത്രമാണ് രാജാവ് എന്ന് പറയുന്നത്. സിംഹം എപ്പോഴും സിംഹം തന്നെ ആയിരിക്കും. പുലിയൊക്കെ ആവാൻ നോക്കിയാലും സിംഹം ആവില്ല. എബിൻ ഒരു സിംഹമാണ്, കാട്ടിലെ കോമഡി ഉത്സവത്തിന്റെ സിംഹമാണ്. ഓൾ ദി ബെസ്റ്റ്. എബിനെ തകർത്ത് വന്നിട്ടാ. ഞാനും ആലോചിച്ചുകൂടിയിരുന്നു, കാരണം ഇനിയിപ്പോ എന്താണ് വിജയിൽ ചെയ്യാനുള്ളതെന്ന്. പക്ഷെ അത് ഭയങ്കര എഫക്റ്റ് ആയിട്ടുള്ള സാധനമായിട്ട് ആദ്യം ചെയ്ത്. കാരണം ഒരു ഡയലോഗിൽ തുടങ്ങാതെ പാട്ടിലൂടെ തുടങ്ങി. അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എല്ലാവരും കൈയടിച്ച് നന്നായിട്ട് പാടുകയും ചെയ്ത് കറക്റ്റ് വോയിസും ആയിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അത് തന്നെയല്ല, വിജയുടെ പടപടാന്നുള്ള ഡയലോഗിൽ ബ്രീത്ത് അത്രയും പിടിച്ചെങ്കിലും ലാസ്റ്റ് സെന്റൻസ് വരെ കറക്റ്റ് വോയിസ് ചെയ്ത്. അപ്പൊ എന്തായാലും നന്നായിരുന്നു കേട്ടാ. സൂപ്പർ. ചേട്ടാ ഇതിനെ ഗംഭീരമായിരുന്നു. കാരണം ഇതിനു മുമ്പൊക്കെ വന്ന് ഇവിടെ വിജയ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ഓരോ പടി മേളിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ആ പാട്ട് പാടിയപ്പോൾ നമ്മൾ എന്താ പറയുക, രോമാഞ്ചം വന്നുപോയി. കാരണം ആ സീൻ കാണുമ്പോഴും അല്ലെങ്കിൽ ആ പാട്ട് സീനൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ എത്രത്തോളം നമ്മൾ ആസ്വദിക്കുന്നോ അതേ ആസ്വദിക്കാനുള്ളൊരു മനസ്സ് ഇവിടെ എബിൻ കൊണ്ട് തന്നു എന്നുള്ളതാണ് എബിൻ. പിന്നെ ഇതിപ്പോൾ നമ്മളിവിടെ നിന്ന് പറയേണ്ട കാര്യമില്ല. ഇവിടെ പെർഫോം ചെയ്തതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈയടി എനിക്ക് തോന്നുന്നു ഇവർ തന്നത് എബിനാണ്. അത് എബിൻ്റെ പെർഫെക്ഷൻ കാരണമാണ്. എബിൻ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാവോ അതുപോലെ തന്നെ ചെയ്തു. പിന്നെ ഈ പറയുന്ന പോലെ ടിന്നി പറഞ്ഞ പോലെ ആളിച്ചിന് മിടുക്കനായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിജയുടെ മോഡലിലേക്ക് വരികയാണ് അല്ലേ. ഗംഭീരമായിരുന്നു എബിന്. ഇനി ഈ പറയുന്ന പോലെ ഞെട്ടിക്ക് ഇടയ്ക്കൊക്കെ വന്ന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. விஜய் சார், MES காலேஜ் பட்டாம்பி அங்கேருந்து வந்திருக்கேன். அவர்கிட்ட ஏதாவது பேசணுமா? என் நெஞ்சில் குடியிருக்கும் என்னோட நண்பா நண்பிகள் எல்லாருக்கும் வணக்கம். ரொம்ப நாளாச்சு இந்த நெஞ்சில் குடியிருக்குன்னு சொல்லி. இந்த MES காலேஜில் எல்லாரையும் பார்த்தனால ரொம்ப சந்தோஷமா இருக்கேன். எல்லாரும் எப்படி இருக்குங்க? நல்லா இருக்கா? ஸோ தேங்க்யூ. உங்கள் எல்லாரோட விஷயத்துக்கு ரொம்ப ரொம்ப தேங்க்ஸ். അപ്പോൾ കലക്കിയവരെ വീണ്ടും വരണം. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. വൺസ് മോർ എവരിബഡി പ്ലീസ്. MES കോളേജ് പട്ടാമ്പി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടികളെല്ലാം? ഇഷ്ടമായ? ഫുൾ ഇഷ്ടമായി? എന്നാ ഒരു ഉഗ്രം കൈഡി തന്നെ. ചേട്ടാ ഇന്നത്തെ ഉത്സവം കൂടി ഇറക്കട്ടെ.
അപ്പോ അടുത്ത ഉത്സവത്തിന് കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിബഡി.